സർ, രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പൊ പല തലങ്ങളിലേക്ക് ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു വ്യക്തി സ്വാതന്ത്ര്യം, സ്വകാര്യതാവകാശം, നിയമസമ്മതം, അങ്ങനെ കുറെ കാര്യങ്ങളില് അതിലേക്കുള്ളൊരു കടന്നുകയറ്റമായിട്ടാണ് രാഹുൽ വിഷയങ്ങൾ ഓരോ ദിവസം ഓരോ രീതിയിലാണ് രാഹുൽ വിഷയം മാധ്യമങ്ങളിൽ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെ രാഹുൽ ശരിയോ തെറ്റോ എന്നുള്ള ചോദ്യമല്ല ഇവിടെ ഞാൻ ചോദിക്കുന്നത്. നിയമം അതിന്റെ പരിധിയിൽ നിന്നുകൊണ്ടോ അല്ലാതെയോ ഈ ഇങ്ങനെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയ ഓരോരോ പുതിയ സ്റ്റോറീസ് ഇങ്ങനെ ഡെവലപ്പ് ആയി വരുമ്പോൾ മൊത്തത്തിൽ ഈ രാഹുൽ വിഷയത്തിൽ ഒന്ന് നോക്കിക്കാണുന്നത് എങ്ങനെയാണ് സർ? അത് രാഹുൽ ശരിയോ തെറ്റോ, ശരി തെറ്റെന്നൊരു വാക്കുപോലും ഞാൻ ഉപയോഗിക്കുന്നില്ല. നിയമപരമായിട്ടുള്ള കുറ്റം ചെയ്തോ ഇല്ലയോ. അതെ, നിയമപരമായിട്ട് കുറ്റം എന്ന് പറയുന്നത് മുഴുവനും തെറ്റാണെന്നും കുറ്റമല്ലാത്ത മുഴുവൻ ശരിയാണ് എന്ന ബോധം എനിക്കില്ല. ഉദാഹരണത്തിന്, നമ്മൾ ഒരാളെ കൊല്ലുകയാണെങ്കിൽ അത് കുറ്റമാണ്, സെയിമാണ് ആണല്ലോ. നമ്മൾ അതിർത്തിയിൽപ്പെട്ട് ഒരു പരിചയമില്ലാത്തവരത്തിന് വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ രാജ്യസ്നേഹമാണ്. എന്റെ കാഴ്ചപ്പാട് രണ്ടും കൊലപാതകമാണ്. രണ്ടും കൊലപാതകമാണ്. എന്റെ വീടുമായിട്ട് അതിർത്തി തർക്കം ഉണ്ടാകുന്നു, ആ അയൽവാസിയായിട്ട് ഞാൻ വഴക്കുണ്ടാക്കിയാൽ തല്ലിക്കൊല്ലുകയാണെങ്കിൽ എന്റെ വീടിന്റെ ദേശസ്നേഹിയായിട്ട് ആരെങ്കിലും ഡിക്ലെയർ ചെയ്യൂ? എന്റെ വീട്ടു സ്നേഹിയായിട്ട് ഐ മേ ബി ഹാങ്ഡ്. പക്ഷെ ഞാൻ രാജ്യത്തിന് വേണ്ടി ഇത് ചെയ്യുമ്പം നമ്മളുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറുന്നു. അതുകൊണ്ട് ഞാൻ അതിന്റെ ശരി തെറ്റിനെ കുറിച്ചല്ല, നിലവിലുള്ള നിയമം അനുസരിച്ച് കുറ്റകൃത്യം ചെയ്തോ ഇല്ലയോ എന്ന ആസ്പെക്ട് അത് കോടതി തീരുമാനിക്കട്ടെ. കോടതി തീരുമാനിക്കുന്നതാണ് ആത്യന്തികമായിട്ട് ഒരാളുടെ നിയമപരമായിട്ടുള്ള ശരിയും തെറ്റും ഞാൻ കരുതുന്നുമില്ല. അങ്ങനെ കരുതുന്നില്ല. കാരണം കോടതിയുടെ അടിസ്ഥാനം പറഞ്ഞതാണ് 100 അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. അപ്പൊ ഒരു 99 അപരാധികൾ രക്ഷപ്പെട്ടു പോയി കാണും. എന്തുകൊണ്ടാണ്? അവർ അപരാധം ചെയ്യാത്തതുകൊണ്ടല്ല, അത് കോടതിയുടെ നിയമപരമായിട്ടുള്ള എവിഡൻസ് ആക്ട് അനുസരിച്ച് പ്രൂവ് ചെയ്യാൻ ചെയ്യാത്തതുകൊണ്ടാണ്. സാങ്കേതികത്തിൽ പിടിച്ചിട്ടാണ് അത് പൊട്ടിപ്പോണല്ലേ. ക്രൈം നടക്കാത്തതുകൊണ്ടല്ല, അതിനകത്ത് ഒരാൾക്ക് ശിക്ഷ, ഒരാൾ വിക്ടിം ആകാത്തതുകൊണ്ടല്ല, ഒരാൾ ഒപ്രസർ ആകാത്തതുകൊണ്ടല്ല. ബട്ട് ഈ ഒപ്രഷൻ നിലവിലെ നിയമത്തിന്റെ ഫ്രെയിംവർക്കിനകത്ത് നിൽക്കുന്ന, കോടതി ചട്ടങ്ങളുടെ ഫ്രെയിംവർക്കിനകത്ത് നിൽക്കുന്ന എവിഡൻസ് അനുസരിച്ച് പ്രൂവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് രക്ഷപ്പെട്ടുപോകുന്നത്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഹി ഡിഡ്ന്റ് കമ്മിറ്റ് എ ക്രൈം. അപ്പൊ അത് കോടതിയുടെ വിധിയാണ്, ആത്യന്തികമെന്നും ഞാൻ കരുതുന്നില്ല. ബട്ട് വി റെസ്പെക്ട് ദ കോർട്ട്. പക്ഷെ ഇവിടെ രാഹുലിന്റെ കാര്യം വരുന്ന അങ്ങനല്ല, വളരെ തമാശ ഉണ്ടാക്കുന്ന കാര്യം, നമുക്ക് ചിരി വരുന്ന കാര്യങ്ങൾ, നമുക്ക് നമ്മളോട് തന്നെ ആസ് എ സൊസൈറ്റി, ഒരു മോഡേൺ സൊസൈറ്റി എന്നുള്ളിൽ നമുക്ക് നമ്മളോട് തന്നെ പുച്ഛം തോന്നുന്ന അത്തരം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇതിനകത്ത് കാണുന്നത് വെച്ചാൽ ഇതൊരു വളരെ മെറ്റിക്കുലസ്ലി പ്ലാൻ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ഇതിന്റെ പുറകിൽ. ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് നമ്മളൊരു സിനിമയിൽ ഓരോ അല്ലെങ്കിൽ ഒരു നമ്മുടെ സീരിയലിനകത്ത് ഓരോ രംഗങ്ങൾ വരുന്നല്ലോ, മറ്റുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നു, ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നു, അങ്ങനെ പല ഇടകൾ വന്ന് ചേരുന്നത് പോലെ നീറ്റ്ലി ക്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ് ആണ് ഇതിനകത്തുള്ളത്. നീറ്റ്ലി ക്രാഫ്റ്റഡ് സ്ക്രിപ്റ്റ്. ആദ്യം 1-2 കേസുകൾ വരുന്നു, അതൊക്കെ പോകുന്നു, അത് കഴിഞ്ഞിട്ട് വേറെ വരുന്നു, പിന്നെ ഉടനെ അതിജീവിതയുടെ ഭർത്താവ്, യു സീ ലോട്ട് ഓഫ് തിങ്സ്. അപ്പൊ ഞാനിത് കാണുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ തമാശയായിട്ട് ഞാൻ പറഞ്ഞു, സമൂഹത്തിനെ സിനിമകൾ സ്വാധീനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു ചർച്ചയുണ്ട്. ഈ കേസിൽ സമൂഹത്തിനെ സിനിമ സ്വാധീനിച്ചു എന്ന് ഞാൻ കരുതുന്നു. കാരണം വിവേകാനന്ദൻ വൈറലാണെന്നൊരു സിനിമ കണ്ടിട്ട് കമൽ ഡയറക്ട് ചെയ്ത ഷൈൻ ടോം ചാക്കോം സ്വാസികയൊക്കെ അഭിനയിച്ചൊരു സിനിമയാണ്. അതിനകത്ത് സെക്ഷൽ വയലൻസ് കാണിക്കുന്ന ഒരു ഭർത്താവ്, അയാൾ പല സ്ത്രീകളെയും സെഡ്യൂസ് ചെയ്തെടുക്കുന്നു, അവരെയൊക്കെ ഇയാളുടെ ലൈഫ് പാർട്ട്ണർ അല്ല അവരെ കൂടെ ജീവിപ്പിക്കുന്നു, അവരെയൊക്കെ ഇയാൾ സെക്ഷലി വയലൻസ് സെക്സ് കൊടുക്കുന്നു. അങ്ങനെ അപ്പൊ അവരെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് ഇയാളുടെ വീട്ടിൽ കെട്ടിയിട്ടിട്ട് ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റ് കൊണ്ട് അവരിത് ലൈവായിട്ട് ടെലികാസ്റ്റ് ഇങ്ങനെയൊക്കെ. നിങ്ങൾ നോക്ക്, ഇതുപോലെയാണ് ഈ സംഭവം വന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായത്? ഇതിനകത്ത് ഓരോരുത്തർ കാര്യങ്ങൾ പറയും. പറയുന്നവർക്കൊക്കെ തമ്മിൽ സമാനതകളുണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ ആളുകളെയൊക്കെ വശീകരിച്ച്, പെൺകുട്ടികളെയൊക്കെ വശീകരിച്ച് കൊണ്ടുവന്നിട്ട് അവരോടുള്ള വയലൻസ് സെക്സ് കാണിച്ചിട്ട് അവരെയൊക്കെ ഗർഭിണിയാക്കി അവരെയൊക്കെ അബോർട്ട് ചെയ്ത് അങ്ങനെ മാറ്റുന്ന ഒരാൾ. അപ്പൊ അത് ഞാൻ ഒരു യൂട്യൂബിലേക്ക് കേട്ടു, SIT അന്വേഷണത്തിൽ തെളിയുന്ന ഇയാൾ ചാത്തൻ സേവയ്ക്കൊക്കെ പോകുന്ന ആളാണ്. അത്രയും രാഹുൽ മാങ്കൂട്ടം ചാത്തൻ ഇതിനൊക്കെ പോകുന്നു. അതായത് ചാത്തൻ കോവിലുകൾ. അപ്പൊ അവിടെ ഏത് കോവിലുകളിൽ പറഞ്ഞത്രേ ഇയാളുടെ രാഷ്ട്രീയപരമായ ഉന്നമനത്തിന് ഇയാൾ ഒരുപാട് പെൺകുട്ടികളെ ഗർഭിണിയാക്കി അവരുടെ കുഞ്ഞുങ്ങളെ ഭ്രൂണാവസ്ഥയിൽ തന്നെ ആ ഭ്രൂണത്തിനെ ബലി കൊടുക്കണം. അപ്പൊ ഇയാൾക്ക് ഉന്നമനം വരും എന്ന് ഏതോ ഒരു ചാത്ത ക്ഷേത്രത്തിൽ പറഞ്ഞു. ആ കൺക്ലൂഷൻ അതുകൊണ്ടാണ് ഇയാൾ എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് SIT ഒരു കൺക്ലൂഷൻ എത്തിയിരിക്കുന്നു പറഞ്ഞു. ഞാനൊരു ഓൺലൈൻ ചാനലിൽ കേട്ടു. അപ്പൊ അതിനകത്ത് ചാത്തൻ ക്ഷേത്രത്തിൽ പോയി പറഞ്ഞു വിചാരിക്കുക, അയ്യപ്പ ക്ഷേത്രത്തിൽ പോണ പോലെ തന്നെയാണ് ഈ ചാത്തൻ ക്ഷേത്രത്തിൽ പോകുന്നത്. ചാത്തൻ എന്ന് പറഞ്ഞാൽ ശാസ്തായാണ്, ശാസ്താവ് അയ്യപ്പനാണ്. ദൈവത്തിന്റെ ഇടയിൽ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ചാത്തന്റെ അടുത്തോ സാത്താന്റെ അടുത്തോ പ്രാർത്ഥിച്ച കുഴപ്പം? ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എന്താ സാത്താനോട് പ്രാർത്ഥിച്ച കുഴപ്പം? സാത്താനൊന്നും ഇല്ലെങ്കിൽ നേരും നെറിയുണ്ട്. സാത്താൻ നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മളെ കൊല്ലാനാണ് വരുന്നത്, നമ്മളെ ഉപദ്രവിക്കാനാണ് വരുന്നതെന്ന് അറിയാം അല്ലേ? ക്ലാരിറ്റി ഉണ്ട്, അത് ട്രാൻസ്പെറന്റ് ആണ്. പക്ഷെ ദൈവമോ നമ്മളെ ഉപദ്രവിക്കാനോ നമ്മളെ
കളിയാക്കാനോ നമ്മൾ എന്തെങ്കിലും ഗുണം ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. നമുക്ക് തൊഴുകയായിട്ട് നിൽക്കുക ചെയ്യുന്നത്. സോ ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്നത് സാത്താനെയാണ്. അയാൾക്ക് ട്രാൻസ്പെറന്റ് ആണ്, അയാൾ സത്യസന്ധനാണ്. അതുകൊണ്ട് ഇയാളിപ്പം ചാത്തൻ്റെ അടുത്ത് പോയി ഇങ്ങനെയൊക്കെ എന്തൊക്കെ കഥകളാണ് വരുന്നത് നോക്ക്. ഞാൻ ഈ കാലത്ത് വിവേകാനന്ദൻ വൈറലാകുന്ന സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് ഇതിന്റെ പുറത്ത് നിൽക്കുന്നവർ എടുത്തു വെച്ചിട്ട് ആ സ്ക്രിപ്റ്റിനനുസരിച്ച് ഇവരെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. കാണുമ്പോഴത്തേക്ക് ഇതിപ്പോ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് പോവാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് കഴിഞ്ഞ ദിലീപിന്റെ കേസിലും ദിലീപിന് ചാത്തൻ സേവയുണ്ടെന്നും പറഞ്ഞ് കുറെ ടീംസ് വന്നായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിടയ്ക്ക് നടന്നൊരു ബിഗ് ബോസ്, അതിനകത്ത് വിന്നറായ അനി എന്ന് പറയുന്ന കുട്ടിക്ക് ചാത്തൻ സേവയുണ്ട്, അതുകൊണ്ടാണ് വിന്നറായത്. അപ്പൊ എല്ലാത്തിനും ഇത് ഇത്തരത്തിലേക്ക് വളച്ചിരിക്കുന്നതൊക്കെ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ ഇങ്ങനെ? അങ്ങനെ വരികയാണ്. അങ്ങനെ വരുന്നത് SIT പോലീസ് അന്വേഷിച്ചിട്ട് ഇങ്ങനെ വരുന്നു. അത് വളരെ കാര്യമായിട്ട് ഇത് പറയുന്നു. ഇനി വേറൊരു പോയിന്റ് എന്ന് വെച്ചാൽ ഒരു വിക്ടിമിന്റെ ഹസ്ബൻഡ് പുള്ളിയെ TV കാണിക്കുമ്പോൾ പുള്ളിയുടെ മുഖമൊക്കെ മാസ്ക് ചെയ്ത് പിക്ചർ ചെയ്ത് മാസ്ക് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പുള്ളി ഇരയാണോ? ഇത് വളരെ തമാശ തോന്നുന്നു. പണ്ട് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭാഗ്യലക്ഷ്മിയും മാലാ പാർവതിയും കൂടെ ചേർന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. വടക്കാഞ്ചേരിയിലുള്ള ഒരു സ്ത്രീ, അവര് ഏതൊരു പാർട്ടി മാർക്സിസ്റ്റ് കോൺഗ്രസ് ആരാണ് സെക്ഷനെ അബ്യൂസ് ചെയ്യുന്നു, അവരെ കൊണ്ട് പത്രസമ്മേളനം നടത്തും. അവരോട് ഭർത്താവിനെ ഇരുത്തിയിട്ടുണ്ട്. രണ്ടുപേരുടെയും മുഖം മൂടിക്കെട്ടിയിരിക്കുന്നു. മനസ്സിലായോ? ഭർത്താവിന് വിക്ടിമാകുന്നത് നമുക്ക് വിക്ടിം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചൊക്കെ ഇവിടെ ഈ സ്ത്രീയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യയായിട്ട് രാഹുൽ അയാള് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്റെ ഭാര്യ വേറൊരാളൂടെ പോയെങ്കിൽ ഞാൻ എന്നോട് ചോദിക്കണം, കണ്ണാടി നോക്കി നിനക്ക് എന്താണ് ആ കുഴപ്പം? അതെന്താ ചോദിക്കുന്നത്? നാട്ടുകാരോട് എന്തിനാ ഇയാളൊന്നും പറയുന്നത്? അത് അതിന്റെ ഒരു അയാളുടെ മുഖം മറയ്ക്കുന്നു. മനസ്സിലായോ? സരിതയുടെ മുഖം മറയ്ക്കുന്നില്ല. സരിത വേറെയാണല്ലോ. സരിതയുടെ മുഖം എല്ലാവരും പത്രത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നും കാണിക്കും. അപ്പൊ ഇത് ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് അവരുടെ മുഖം കാണിക്കുന്നത്. ഇപ്പൊ എവയാന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഈ മാധ്യമങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? അതിന് ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ? സരിതയുടെ മുഖം കാണിക്കാമോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതെന്താ കാണിച്ചുകൂടാത്തെ? ഇതിന് കേസ് എടുക്കുന്നു. പേര് പറഞ്ഞ അന്ന് സരിതയുടെ പേര് പറഞ്ഞ് കാണിച്ച എല്ലാ പത്രങ്ങൾക്കും എതിരെ എന്തുകൊണ്ട് ഈ പോലീസ് കേസെടുക്കായിരുന്നു? എവിടെ പോയിരുന്നു ഈ പോലീസ്? അതെ, ഇത് ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ ആ മൂന്നാമനിലേക്ക് മാത്രം തള്ളിവിട്ട് അതിന്റെ പേരിലൊക്കെ നിയമം സാർ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തപ്പോഴും BNS 84 കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാതെ ആർഷഭാരത സംസ്കാരമാണ്. എന്റെ ഭാര്യ എന്റെ പ്രോപ്പർട്ടിയാണ്. എന്റെ ഭാര്യ, അതാ ഞാൻ പറഞ്ഞത്, ഒരു ദേവതകൾക്കും മറ്റുള്ളവരിന്ന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ദേവന്മാർക്കൊക്കെ സാധാരണ സ്ത്രീകൾ കുട്ടികളുണ്ടായിരുന്നു. മനസ്സിലായോ? അതാണ്. ദേവതകൾക്ക് ആർക്കും വെളിയിൽ നിന്ന് കുട്ടികളുണ്ടാവില്ല. അപ്പൊ ആ ഒരു ഇതിനാണ് BNS ഇട്ടിരിക്കുന്നത്, 84 ഇട്ടിരിക്കുന്നത്. അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്. ഒരുമാതിരി തലയ്ക്ക് വെളിവുള്ളവർ അത് റദ്ദ് ചെയ്യും. അത് രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ ആരെങ്കിലും ആർട്ടിക്കിൾ 32 വെച്ചൊരു കേസ് വേണമെങ്കിൽ 99 100% അത് റദ്ദ് ചെയ്യപ്പെടും. 100% റദ്ദ് ചെയ്യപ്പെടും. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലാണ്ട് നമ്മൾക്ക് ആർക്ക് വേണമെങ്കിലും ആർട്ടിക്കിൾ 32 അനുസരിച്ച് ഡയറക്റ്റ് റിട്ട് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അത് ഒരു വ്യക്തിക്ക് നേരിട്ട് സുപ്രീം കോടതി കൊടുക്കാം. ഭാഗത്തെ ആർട്ടിക്കിൾ 226 അനുസരിച്ച് നിങ്ങൾ ഹൈക്കോടതി പോയിട്ട് ഹൈക്കോടതി അപ്പീലായിട്ടാണ് പോകേണ്ടത്. പക്ഷെ ആർട്ടിക്കിൾ 32 അനുസരിച്ച് ഇറ്റ്സ് എ ഡയറക്റ്റ് റിട്ട് ജൂറിസ്ഡിക്ഷൻ. സുപ്രീം കോടതിയിൽ ഇന്ത്യയിലെ ഏത് പൗരനും പോകാം. കാരണം ഇതിനകത്ത് ജോസഫ് ഷൈൻ എന്ന് പറഞ്ഞ 2018 കേസ്, അതിനകത്താണല്ലോ ഡീക്രിമിനലൈസ് ചെയ്യുന്നത് ഈ അഡൾട്ടറി. അതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ്. അയാളുടെ ഒരു കൂട്ടുകാരന് വന്ന അനുഭവം വന്നപ്പോൾ അയാൾ ഇതിനെ സുപ്രീം കോടതിയിൽ ഡയറക്റ്റ് റിട്ട് ജൂറിസ്ഡിക്ഷൻ ആർട്ടിക്കിൾ 32 അനുസരിച്ച് സുപ്രീം കോടതിയിലാണ് പോകുന്നത്. അവിടെയാണ് ആ തീരുമാനം വരുന്നത്. ഈ BNS 84 ഇന്ത്യയിലെ ഏത് പൗരനും ഇൻക്ലൂഡിംഗ് രാഹുൽ മാങ്കൂട്ടം ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതി പോകും. അത് 100% അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞ് തള്ളിക്കളയും. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഇമേജ് അല്ല, നാഷണൽ വേറൊരു ഇമേജ് വരും, ഫൈറ്ററുടെ ഇമേജ് വരും. സെഡ്യൂസർ റേപ്പിസ്റ്റ് എന്നല്ല, ഫൈറ്റർ എന്നൊരു ഇമേജ് വരും. അതൊരു ഭാഗം. പിന്നെ ഇതുമായി ബന്ധപ്പെടുമ്പോൾ കമന്റ്സ്, മനസ്സിലായോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇഷ്യൂ വരുമ്പോൾ കേരളത്തിലെ ഒരുമാതിരി ഈ ആളുകളെല്ലാം ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്തരം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിക്ക് ആദ്യം വലിയതായിട്ട് വരുന്നത്. അപ്പൊ ഞാനാണ് കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനത്തെങ്കിൽ, ഞാനാണെങ്കിൽ ഞാൻ പത്രസമ്മേളനം വിളിച്ചു പറയും, എനിക്കൊരു ഭാര്യയുണ്ട്, ഭാര്യ ഇരിക്കെ ഞാൻ വേറൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ടു, ഞാൻ അവർക്ക് പണം കൊടുത്തു, സെക്സ് വാങ്ങുന്നതോ വിൽക്കുന്നതോ ഇന്ത്യയിലെ നിയമത്തിന് ശിക്ഷയല്ല, കുറ്റകൃത്യമല്ല. ഭാര്യ ഇരിക്കെ ഞാൻ വേറൊരാൾ, നിനക്കൊക്കെ എന്താ പട്ടികളെ കാര്യം ഇരിക്കുകയായിരുന്നു അന്ന് തീരുവരുത്. മനസ്സിലായോ? ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞാൽ നിനക്കൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇത് ചോദിക്കാതെ ഇത് മുഴുവൻ ചെയ്യുകയും ചെയ്യും. പക്ഷെ വരുമ്പോഴത്തേക്ക് മറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഈ ഭീരുത്വം കൊണ്ടാണ് പത്രങ്ങൾ ഇത് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് ആൾ കുഞ്ഞാലിക്കുട്ടി ചോദിച്ചാൽ മതി, കേസ് അന്ന് തീരും. മനസ്സിലായോ? ഞാനൊരു സ്ത്രീയായിട്ട് ബന്ധപ്പെട്ടു, ഇനി അയാൾക്കൊരു കുറ്റം പറഞ്ഞാൽ അയാൾ ഈ സ്ത്രീക്ക് വീട് വെച്ചു കൊടുക്കുന്നത് അതൊരു പാതകമാണോ?
പലരും സെക്ഷലി ഉപയോഗിച്ചിട്ട് അവരെ കണ്ടാ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ അയാൾ ഒരു വീട് വെച്ച് കൊടുത്തതും പാതകമോ? എനിക്ക് മനസ്സിലാകുന്നില്ലത്. അയാൾ പക്ഷെ ഒരു മൈനറെയാണ്, ആ കുട്ടി മൈനറായിരുന്നെങ്കിൽ അത് വേറെ വകുപ്പാണ്. പക്ഷെ അല്ലാതെ ഒരാൾ ഈ നാട്ടില് 1.5 ലക്ഷം പേരും ഫീമെയിൽ സെക്സ് വർക്കേഴ്സ് ഉണ്ട്. ഞാൻ ആ സെക്സ് വർക്കേഴ്സിന് സംഘടിപ്പിച്ച സംഘടനയുടെ ചെയർമാൻ ആയിരുന്ന ഒരാളാണ്. അവർക്കൊക്കെ ക്ലയൻസ് ഉണ്ട്. അവരുടെ ക്ലയൻസും കൂടി ഈ നാട്ടിലെ പുരുഷന്മാരല്ലേ? അല്ലേ? 1.5 ലക്ഷം എത്ര പുരുഷന്മാരായിരിക്കും ക്ലയൻസ്? ഇവരുടെ 34,000 മറ്റേ മെയിൽ സെക്സ് വർക്കേഴ്സ് ഉണ്ട്. അവരുടെ ക്ലയൻസിന് എടുത്ത പുരുഷന്മാരാണ്. അതിൽ 80% ഭർത്താക്കന്മാരാണ്, വിവാഹിതരാണ്. ഈ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. HIV വരുന്നത്, ഒരു എക്സാമ്പിൾ തന്നെ, HIV വരുന്നത് 0.05% കൊണ്ടാണ് സെക്ഷുവൽ ട്രാൻസ്മിഷൻ കൊടുക്കുന്നത്. 0.05%. പക്ഷേ ട്രാൻസ്മിറ്റഡ് കേസിന്റെ മോർ ദാൻ 80% സെക്ഷുവൽ കോണ്ടാക്ട് കൂടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ സെക്ഷുവൽ അനാർക്കി നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞങ്ങൾ കൗൺസിലിംഗ് സെന്റർ ഇട്ടിരിക്കുന്ന സമയത്ത്, HIV സെന്റർ ഇട്ടിരുന്ന സമയത്ത് അവിടെ പള്ളിയിലച്ഛനും വന്നിട്ടുണ്ട്, കന്യാസ്ത്രീയും വന്നിട്ടുണ്ട്, കാവ്യ കൊടുത്ത സന്യാസിയും വന്നിട്ടുണ്ട്, മൊല്ലാക്കയും വന്നിട്ടുണ്ട് HIV ബാധിതരായിട്ട്. മനസ്സിലായോ? അപ്പൊ ഈ കേരള സമൂഹത്തിൽ മൊറാലിറ്റി തൊട്ട് തെറിച്ചിട്ടില്ലാത്ത കേരള സമൂഹത്തിലാണ് നമ്മൾ ഈ മൊറാലിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് മൊറാലിറ്റി? ഒരു സ്ത്രീക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനുമായിട്ട് വന്ന് അവൾ വിളിക്കുന്നിടത്ത് വരുന്നു, അവരുമായിട്ട് സെക്സ് ഉണ്ടാകും. സെക്സ് ഉണ്ടാക്കിയതിന്റെ പ്രോസസ് ഓഫ് സെക്സിൽ അയാൾ ചീത്ത പറഞ്ഞു. അത് പലർക്കും കാണും, സെക്സ് ചെയ്യുമ്പോൾ ചീത്ത വിളിക്കുന്നവർ കാണും. അതൊക്കെ ഓരോരുത്തരുടെ സെക്ഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അത് നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ ഈ സ്ത്രീ ഇത് കുറേ നാൾ കഴിഞ്ഞിട്ട്, 2 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ആരോ നമ്മുടെ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഒരു മ്യൂസിയത്തിൽ കൊണ്ട് വെക്കട്ടെ. എന്നൊരു സ്ത്രീ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു, നമ്മളുടെ അർഹതയില്ലാത്ത ഒരു അച്ഛനിൽ നിന്ന് കുട്ടികളുണ്ടായതില്ലാതെ പോയല്ലോ മാലാഖമാരെ, നിങ്ങൾ അവിടെ ആകാശത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞങ്ങൾ ഏത് മാലാഖ? ചന്ദ്രനേക്കാൾ അമ്മ നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞെ, അമ്മ സ്നേഹിക്കുന്നു കുഞ്ഞെ. ഇത് എന്ത് മര്യാദയാണ് അമ്മ? അപ്പൊ അതിനകത്ത് കമന്റ്സ്, ഇത്രയും സ്നേഹിക്കുന്ന അമ്മ വേറെ ഒന്നിനു വേണ്ടിയിട്ടും നമുക്ക് വേണം എന്ന് വിചാരിച്ചിട്ട് ആ കുഞ്ഞിനെ സ്നേഹിച്ചൊരു അമ്മയാണെങ്കിൽ എന്തിനാണ് അവർ അബോർഷന് തയ്യാറായത്? ഇത് വെറുതെ ഈ സ്ത്രീകളെ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന മദർഹുഡ് ഈസ് എ സോഷ്യൽ കണ്ടീഷൻ, സിന്തറ്റിക് സെന്റിമെന്റ്സ്. കുട്ടിക്ക് ആദ്യം ഇരിക്കുന്ന പ്രസവിക്കാത്തായതുകൊണ്ട് വെള്ളത്തിൽ ഒഴുക്കി വെച്ചു കർണനെ. പിന്നീട് 3 കുട്ടികളും ഭർത്താവിൽ നിന്നല്ല, വേറെ ആളുകളിൽ നിന്ന്. അതെല്ലാം വളർത്തി കുന്തി മാതാവായി. അപ്പൊ ഭർത്താവിൽ നിന്ന് ഗർഭം ഉണ്ടാകണ്ട, ഭർത്താവിന്റെ ലേബൽ മതി എന്നാണ് അതിന്റെ മെസ്സേജ് അല്ലേ? അല്ലേ? അപ്പൊ മാതിരി കൂടെ കല്യാണം കഴിച്ച മാതിരിക്കാരന് അവളെയും കൊണ്ട് 2 പേർ കൂട്ടി കൊടുത്തു അല്ലേ? എന്നിട്ട് അവർ മാതാക്കളാണ്. മാതൃത്വം ഇറ്റ്സ് എ സോഷ്യലി കണ്ടീഷൻഡ് സിന്തറ്റിക് സെന്റിമെന്റ്. വാട്ട് ബ്ലഡി മാതൃത്വം? ഈ നാട്ടിലെ എല്ലാ പട്ടിയും പൂച്ചയും പെരിച്ചാഴിയും കയറും. അതിനെക്കാട്ടി എന്താണ് ഇത് വലിയ ആനക്കാര്യം? എന്താണ് നമ്മൾ ഈ സെലിബ്രിറ്റീസ്, സിനിമാ താരങ്ങളൊക്കെ ഗർഭിണിയാകുന്ന വയറും കാണിച്ച് എന്റെ കുഞ്ഞെന്നോട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് കോമാളിത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു ഭാഗത്ത്. 2 ഈ നമ്മുടെ കമന്റ്സ് മുരളീധരനും ഗണേശനും ഒക്കെ പറയുകയാണ് ഏത് പബ്ലിക് ഡീസൻസി, പബ്ലിക് മൊറാലിറ്റിയെ കുറിച്ചൊക്കെ പറയുകയാണ്. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് വേശ്യയുടെ ചാരിത്ര പ്രസംഗം കേട്ടത്. എനിക്ക് അർത്ഥം മനസ്സിലായിട്ടില്ലായിരുന്നു. ഞാൻ സെക്സ് വർക്കേഴ്സിനോട് പ്രവർത്തിക്കുമ്പോൾ പോലും എനിക്ക് മനസ്സിലായി. പക്ഷെ മുരളീധരനും ഗണേശനും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് അതിന്റെ യഥാർത്ഥ അർത്ഥം. രണ്ട് കാലിലും മന്ദുള്ളവനാണ് ഉണ്ണിമന്ദിരം കുറ്റം പറയാൻ ഈ നോക്കി നടക്കുന്നത്. ഏതൊരു സിനിമയിൽ പറഞ്ഞത് നിന്റെ കണ്ണില് തൂമ്പെടുത്ത് കളഞ്ഞിട്ട് അപ്പുറത്തുള്ളവന്റെ കണ്ണിലെ കരടിനെ കുറിച്ച് പറയുന്നത്. പറയുന്ന ഒരു ഉളുപ്പുമില്ല. മുരളീധരനും ഗണേശനും പറയുന്ന ഒരു ഉളുപ്പുമില്ല പറയാനായിട്ട്. ഈ രാഹുലിന്റെ വാസ്തവത്തിൽ ഇയാള് സെക്ഷൻ 84 സ്ട്രൈക്ക് ഡൗൺ ചെയ്യാണ്ട് കോടതിയിൽ പോയാൽ അയാൾക്ക് ഉറപ്പായിട്ട് കിട്ടും. പിന്നെയൊക്കെ ചെയ്യാവുന്ന ഇവിടെ നിർത്തരുത് ഇത്ര ഫൈറ്റുകൾ. അയാളെ ഇല്ലീഗലായിട്ട് അറസ്റ്റ് ചെയ്ത പോലീസ് ഓഫീസേഴ്സ് ഡാമേജ് സൂട്ട് ഫയൽ ചെയ്യണം. അനാവശ്യ ഡാമേജ് സൂട്ട് ഫയൽ ചെയ്യണം. അയാൾക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള മജിസ്ട്രേറ്റിനെതിരെ പരാതി കൊടുക്കണം. മജിസ്ട്രേറ്റ് അതിന് 3 ദിവസത്തിന് പോകുന്ന ജഡ്ജ്മെന്റ്, സുപ്രീം കോടതി ജഡ്ജ്മെന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അയാൾ ആ പദവിയിലിരിക്കാൻ അർഹനല്ല, അയാൾക്കെതിരെ പരാതി കൊടുക്കണം. ഇത് വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ഇയാൾ വിജയിക്കുകയാണെങ്കിൽ പിന്നെ ഇയാൾക്കൊരു ചോയ്സ് ഉണ്ട്. അയാളുടെ പ്രൈവറ്റ് ലൈഫ് എങ്ങനെയിരിക്കും. അയാൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാനാണ് ഉദ്ദേശിച്ചെങ്കിൽ അയാൾ ഒരു കാര്യം ചെയ്യണം. അതായത് അയാളുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്യാം. ഇഷ്ടബലാത്സംഗത്തിന് താല്പര്യമുള്ള വനിതകളിൽ നിന്ന് അവിവാഹിതരായിരുന്ന അപേക്ഷകൾ ക്ഷണിക്കുന്നു. വയലന്റ് സെക്സ് ആഗ്രഹിക്കാത്തവർ അപേക്ഷിക്കണ്ട. എന്നിട്ട് ഒരു കൺസേൺ ലെറ്റർ മേടിച്ചിട്ട് ഇതിന്റെ കോപ്പി DGPക്ക് അയച്ചു കൊടുക്കുക. കാരണം DGP പിന്നീട് ഈ പോലീസുകാർക്ക് കൊടുത്ത് ഈ പോലീസുകാർ ഇത്തരം കോമാളിത്തരം കാണിക്കണ്ട, അത് DGP കൊടുക്കും. ഒരു കോപ്പി പുള്ളി AK സെന്ററിലേക്ക് MV ഗോവിന്ദനും കൊടുക്കുക. MV ഗോവിന്ദൻ ഇത് നോക്കിയിട്ട് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുമെന്ന് പുള്ളി നോക്കും. എന്നിട്ട് അതിന്റെ കുറിപ്പുകളും ക്യാപ്സ്യൂളും ഒക്കെ AK സെന്ററിൽ നിന്ന് വരുന്ന ആളുകൾ കൊടുക്കുമ്പോൾ അവർ TVയിലൊക്കെ ഒന്ന് പറഞ്ഞോളും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തോളം ഒരു ഗുണം എന്ന് വെച്ചാൽ എന്നറിയാമോ? ഈ ഒരു വ്യക്തിയുടെ സ്വകാര്യത നമ്മുടെ സമൂഹത്തിലെ പബ്ലിക് ഡിസ്കഷൻ അല്ലാതായി മാറി. ഇപ്പൊ നമ്മുടെയൊക്കെ വാസ്തവത്തിൽ എന്തുമാത്രം കേരള സമൂഹത്തിന്റെ എത്ര പ്രീഷ്യസ് ടൈമാണ് ഇതുപോലുള്ള
എന്താ പറയാണ്ടിരിക്കും, ഇതൊക്കെ എന്റെ പുറയിൽ പൊക്കോണ്ട്. പക്ഷെ നമ്മൾ വലിയ കാര്യങ്ങൾ നമ്മൾ കാണുന്നില്ല. നോക്കി മിനിഞ്ഞാന്ന് തന്നെ വരുന്നൊരു ന്യൂസ്, ജയിലിൽ കിടക്കുന്നവർക്ക് 620 രൂപ ഒരു ദിവസം കൂട്ടിക്കൊടുക്കുന്നു. 600. അത് റെക്കമെൻഡ് ചെയ്തതിനേക്കാൾ വളരെ കൂട്ടിക്കൊടുക്കുന്നു ജയിലിൽ. കാരണം പിണറായി വിജയൻ കുറച്ച് ദിവസം ജയിലിൽ കിടന്നത്, അതുകൊണ്ട് ജയിൽ എന്താണെന്ന് പുള്ളിക്ക് അറിയാം. പക്ഷെ പുള്ളി ഒരു ദിവസം പോലും സാമൂഹ്യ പ്രവർത്തനം നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ആശാ വർക്കേഴ്സിന്റെ പ്രശ്നം പുള്ളിക്ക് അറിയാത്തത്. അതുകൊണ്ട് അവർ 100 ദിവസം സമരം ചെയ്തു കഴിഞ്ഞപ്പോൾ അവർക്ക് തുച്ഛമായ തുക കൂട്ടിക്കൊടുക്കും. ജയിലിൽ കിടക്കുന്ന ആൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കും. ഇയാളുടെ കുടുംബസ്വത്തല്ലാണോ ഇത്? പിണറായി വിജയന്റെ കുടുംബസ്വത്താണോ ഇത്? അതിലും കൂടുതൽ. അതാണ്. അതുകൊണ്ട് അതൊന്നും നമ്മൾ സമൂഹത്തിൽ ചർച്ച ചെയ്യാതെ ഈ രാഹുൽ മാങ്കൂട്ടം നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി വേറൊന്നും വെച്ചാൽ നമ്മൾ ഇതിനെ സമാനമായ കാര്യങ്ങളെടുത്ത് കമ്പയർ ചെയ്യാം. വേടൻ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരൻ, പുള്ളിയെ കുറിച്ച് ഇങ്ങനെ വന്നപ്പോൾ ഒരു ഡോക്ടർ പരാതി കൊടുത്തു. അവരെ ഇങ്ങനെ ഇതുപോലെ എല്ലാവരും വേടന്റെ പാട്ടിന്റെ സൗന്ദര്യം കേട്ട് ആരാധന മൂത്തിട്ട് ആ ഡോക്ടർ ചെന്നതായിരിക്കണം. അവിടെ ചെല്ലുന്നു, ഡോക്ടർ ഇവന്റെ മുറി ചെല്ലുന്നു, അവൻ റേപ്പ് ചെയ്യും. വയലന്റ്, ഇവരെല്ലാം വയലന്റ് ആയിട്ട് റേപ്പ്. അയാളുടെ സംഗീതം കേൾക്കുമ്പോഴേ അറിയാം അയാൾക്കൊരു സാമാന്യ ശാന്തതയൊന്നും ഇല്ലാത്തതാണ്. അടിപൊളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കാം ചെയ്ത അതായത്. പക്ഷെ എന്നിട്ട് എന്ത് പറ്റി? ഗവൺമെന്റ് അയാൾക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് അയാളെ വിളിച്ച് ഒരു സ്റ്റേറ്റ് ഗസ്റ്റ് പോലെ ഒരു സ്റ്റേറ്റ് ഫംഗ്ഷനിൽ അയാളെ മുഖ്യമന്ത്രിയോട് ഒപ്പം ഇരുത്തി. അയാളെ ഇരുത്തി. അതായത് അയാൾ ചെയ്തത് ശരിയാണ്. കാരണം അയാൾക്ക് ഒരു കുറ്റം പറഞ്ഞു, അയാൾക്ക് ജാമ്യം എടുത്തുകൊണ്ട് ഒരാൾ കുറ്റവാളിയാകുന്നില്ല. കുറ്റവാളിയായിട്ട് പ്രഖ്യാപിച്ച് ശിക്ഷ കൊടുത്താലും അതുകൊണ്ട് അയാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നക്സലൈറ്റ് ആക്രമണത്തിൽ ശിക്ഷിക്കപ്പെട്ടതാണ് അജിത. അജിതയ്ക്ക് പിന്നെ സാമൂഹ്യ പ്രവർത്തകയായിട്ട് കേരളത്തിൽ സ്ഥാനം കിട്ടി ഇല്ലേ? ശിക്ഷിക്കപ്പെട്ടുകൊണ്ട് ഒരാള് എന്താണ് ഓസ്ട്രസൈസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് പിണറായി വിജയൻ ചെയ്ത നല്ല കാര്യമാണ്. വേടനെ വിളിച്ചെടുത്തത് നല്ല കാര്യം, അയാൾ ചെയ്ത നല്ല കാര്യം രാഹുലിനോടും ചെയ്യണ്ടേ അവരപ്പോ? പക്ഷേ രാഹുലിന് ഇപ്പൊ ജാമ്യം കിട്ടുന്നു, അടുത്ത നവകേരളീയമോ അങ്ങനെ എന്തോ ഒരു സാധനം വരുന്നുണ്ട്. അതിന് രാഹുലിനെയും അയാള് ഒരു വിശിഷ്ട അതിഥിയായിട്ട് വിളിച്ചിരുത്തണം. അങ്ങനെ വിളിച്ചിരുത്തിയില്ലെങ്കിൽ അയാൾ ആർട്ടിക്കിൾ 15 അനുസരിച്ച് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, ക്ലാസ്, റീജിയൻ ആണ് ചെയ്യുന്നത്. ദളിതനായ വേടനെ സ്വീകരിച്ചിരിക്കുന്നു, നായരായ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കുന്നില്ല എന്ന് വാസ്തവത്തിൽ ചങ്ങനാശ്ശേരിയിലെ പോപ്പിന് ഒരു പ്രസ്താവന ഇറക്കാവുന്നതാണ്. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരാളെ ഇങ്ങനെ വന്നപ്പോൾ എന്തുകൊണ്ട് സ്റ്റേജിൽ കൊടുത്തില്ല എന്ന് ചോദിക്കാവുന്നതാണ് ഇല്ലേ? സുമേരനാർക്ക് ചോദിക്കാനുള്ള ഭയങ്കര സ്കോപ്പ് ഉണ്ട്. ഇനി അവിടെ കൊണ്ട് നിർത്തരുത്. അപ്പൊ എന്ത് ചെയ്യണം? രാഹുൽ മാങ്കൂട്ടം എടുത്തിട്ട് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ ആർട്ടിക്കിൾ 15 ആണെന്ന് പറഞ്ഞ് ചീഫ് മിനിസ്റ്റർക്കെതിരെ കേസ് കൊടുക്കണം സുപ്രീം കോടതിയിൽ. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ നടത്തി ആർട്ടിക്കിൾ 15 എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ കേസ് കൊടുക്കണം രാഹുൽ മാങ്കൂട്ടം. പിന്നെ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുക്കാം. സ്പീക്കർ ആണെങ്കിൽ ഏതെങ്കിലും MLA അയോഗ്യനാക്കാനോ അങ്ങനെ അർഹതയൊന്നും ഇല്ല കേട്ടോ. ഈ ക്രിമിനൽ കേസിൽ ശിക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒക്കുള്ളൂ. അപ്പോഴും ഈ സ്പീക്കർ ഇന്നലെ ആരെങ്കിലും പരാതി, നാട്ടുകാർ പോരാ, അപ്പൊ ഏതോ ഒരു MLA ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഈ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് പിണറായി വിജയന്റെ MLAക്കെതിരെ പരാതി കൊടുക്കാം. കാര്യം എന്തറിയാമോ? ഡിസ്ക്രിമിനേഷൻ കാണിച്ചുകൊണ്ട് MLA എടുത്തപ്പോൾ ഉടനെ തന്നെ നമ്മുടെ സ്പീക്കർ അതെടുത്ത് ചർച്ച ചെയ്യുകയും എത്തിക്സ് കമ്മിറ്റി കൊടുക്കുകയും എത്തിക്സ് കമ്മിറ്റി വന്നിട്ട് അതിന്റെ റെക്കമെൻഡേഷൻ അരമണിക്കൂറിലും ചർച്ച ചെയ്യും, പിന്നെ വോട്ടിലിടുകയും ചെയ്യാം. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഭൂരിപക്ഷം ഇപ്പൊ ഇടതുപക്ഷ MLAക്കാണെങ്കിൽ മൈനോറിറ്റിയുള്ള എല്ലാ പ്രതിപക്ഷ MLAക്കെതിരെയും ഓരോ പരാതികൾ ഇങ്ങനെ മേടിച്ചിട്ട് എത്തിക്സ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ട് വോട്ടിനിട്ട് അത് ജയിച്ചിട്ട് ആ അംഗത്തെ അയോഗ്യനാക്കാം. അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു 6 മാസം കൊണ്ട് വേണമെങ്കിൽ എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ MLAമാരെ അയോഗ്യരാക്കാം. ആക്കിക്കൂടെ? അവിടെ നിയമസഭയിലെ കക്ഷികളുടെ ഭൂരിപക്ഷം പോലെ. അപ്പൊ ഇതുപോലെ എന്തെല്ലാം തമാശകൾ വന്ന് കയറുന്നവർ മുഴുവൻ, സ്പീക്കർ ആണെങ്കിലും ശരി, ജഡ്ജി ആണെങ്കിലും ശരി, ആരാണെങ്കിലും വന്ന് പറയാൻ നമുക്ക് ചിരിയാണ് വരുന്നത് കാണുമ്പോഴത്തേക്ക്. ഇതിൽ ആരാണ് വിക്ടിം? യഥാർത്ഥത്തിൽ വിക്ടിം ആരാണെന്ന് കേരളത്തിലെ ഇത്ര ലക്ഷം ജനങ്ങളാണ് വാസ്തവത്തിൽ ഈ കേസിന്റെ യഥാർത്ഥ വിക്ടിംസ്. നമുക്ക് ഒരു പരിഹാര മാർഗവും ഇല്ല. ഈ അപമാനം സഹിച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ ഒരു പരിഹാര മാർഗവും ഇല്ല. അല്ല, ഇവിടെ ശരിക്കും ഒരാളുടെ പ്രൈവസിയിലേക്ക് സ്വകാര്യത ഇങ്ങനെ കടന്നു കയറിക്കൊണ്ട് സാറിപ്പോ കുറച്ച് മുന്നേ പറഞ്ഞു ഇഷ്ടബലാത്സംഗത്തിന് വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാറുണ്ട്. ഈ ഇഷ്ടബലാത്സംഗമാവുന്ന എങ്ങനെയാണ് ആപ്ലിക്കേഷൻ? ഇഷ്ടത്തോടെയാണെന്നുണ്ടെങ്കിൽ അതിനെ ബലാത്സംഗം എന്ന് വിളിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ഉദാഹരണം പറയാം. ഭാര്യയും ഭർത്താവ് പഠിച്ചത് വഴക്കുണ്ട്. വഴക്ക് കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവ് വന്നിരിക്കും, ഭാര്യ കിടപ്പത്തിരിക്കും, ഭാര്യ നിങ്ങൾ നിങ്ങളുടെ പണി നോക്കും, മറ്റാണ് ഒരു കേൾക്കത്തില്ല, കുറെ വഴക്കൊക്കെ ഉണ്ട്. അയലവസാനം അയലവസാനം ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ ഒരു അതാണ് നമ്മൾ ഗാർഹിക മറ്റെന്താണ് മാരിറ്റൽ റേപ്പ് നിയമം കുറ്റകൃത്യമാക്കണമെന്നൊക്കെ ഭയങ്കര ചർച്ചയില്ലായിരുന്നു ഇതൊക്കെ. മാരിറ്റൽ റേപ്പ്, മാരേജ് എന്ന് പറയുന്നത് നിങ്ങൾ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ it is consent between two, it is an agreement between two consenting adults to live together and to have sex. അങ്ങനെ നിയമത്തിൽ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അല്ല കുട്ടികളുണ്ടാകണമെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ കൺസെന്റിങ് അഡൽട്സ് അവർ തമ്മിൽ റിലേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്.
അപ്പൊ അതിൽ സ്ത്രീക്ക് കേട് പറഞ്ഞിട്ട് അതിൽ തുടങ്ങിയ അതൊരു മാരിറ്റൽ റേപ്പാണ്. മാരിറ്റൽ റേപ്പ് ക്രിമിനൽ കുറ്റമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ചോദിക്കാത്തത്? ഞാൻ ഇഷ്ടത്തോടു കൂടി പോകുന്നു. അവിടെ ആ സമയത്ത് സെക്ഷൽ ഇതിനു വേണ്ടി ഞാൻ അത്ര തയ്യാറല്ലായിരുന്നു. പക്ഷെ ഒരു പുരുഷൻ താമസിക്കുന്ന മുറിയിൽ ഈ വർത്താനം പറയുമ്പോഴത്തേക്കും ചർച്ച ചെയ്തത് ഇസ്രായേലും മറ്റേ എന്താണ് ഹമാസുമായിട്ടുള്ള യുദ്ധത്തെ കുറിച്ച് ആയിരിക്കില്ലല്ലോ ചർച്ച ചെയ്തത്. ഒരിക്കലുമല്ല. ഇല്ല. അപ്പൊ അവരിന്ന് ചർച്ചയുടെ അവസാനത്തിൽ, വർത്തമാനത്തിന്റെ അവസാനത്തിൽ അവർക്ക് സ്നേഹമുണ്ടാകുന്നു, അവർക്ക് കാമമുണ്ടാകുന്നു. ആ കാമത്തിന്റെ എക്സ്പ്രഷന്റെ ഭാഗമായിട്ട് അവരടുത്ത് സന്ധിക്കുന്നു, കാണുന്നു, മുറിയിൽ ഒറ്റക്കെടുക്കുന്നു. നാച്ചുറൽ തന്നെ ഇത് സെക്സിലേക്ക് പോകുന്നുള്ളത്. അങ്ങനെ പോയില്ലെങ്കിൽ എന്തോ തകരാറുണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും കഴിഞ്ഞിട്ട് അല്ല, ഇപ്പൊ കുറച്ച് പരസ്യങ്ങളൊക്കെ ഇപ്പൊ യൂട്യൂബേഴ്സ് ഇങ്ങനെ കുറെ പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുമല്ലോ. ഇപ്പൊ കൊച്ചിയിൽ സാർ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരുപാട് സ്ഥലങ്ങളിൽ അൺമാരീഡ് കപ്പിൾസിന് വേണ്ടിയിട്ട് റൂം അലോട്ട് ചെയ്തുകൊണ്ടുള്ള പരസ്യങ്ങൾ വരുന്നുണ്ട്. അത് ചെറിയ പിള്ളേർ തന്നെയാണ് അതിന്റെ പരസ്യം ആങ്കർ ചെയ്യുന്നതൊക്കെ. 2 മണിക്കൂർ മിണ്ടിയും പറഞ്ഞു ഇരിക്കാൻ അൺമാരീഡ് കപ്പിൾസിന് ബാത്ത് ടബോട് കൂടിയ റൂമുകൾ അവൈലബിൾ ആണ്. ഈ ബാത്ത് ടബിൽ കിടന്ന് കുളിച്ചോണ്ടാണോ മിണ്ടിയും പറഞ്ഞത്? അത് 2 മണിക്കൂർ 3 മണിക്കൂർ കൊണ്ട് ഇവർക്ക് എന്താ മിണ്ടിയും പറഞ്ഞിരിക്കാനുള്ള? ഇതൊക്കെ ഇപ്പൊ ഭയങ്കര പ്രൊമോഷൻ ആയിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പരസ്യം കൊടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം, പലയിടത്തും റൂംസ് അവൈലബിൾ ആണ്. അത് ഞാൻ എന്റെ ഒരു മറുഭാഗം ചോദിച്ചോട്ടെ. അച്ഛനും അമ്മയും കൂടെ പ്രായപൂർത്തിയായ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനായിട്ട് പുരുഷനെ കണ്ടെത്തി. അവർ കണ്ടെത്തുന്നത് പുരുഷനെ അച്ഛനും കൂടെ കണ്ടെത്തി. ആ പുരുഷന്റെ അച്ഛനും അമ്മയായിട്ട് സംസാരിക്കുന്നു. എത്ര പണം കൊടുക്കാം, എത്ര വീട് കൊടുക്കാം, എന്തെല്ലാം കൊടുക്കാന്ന് പറയുന്നു. കല്യാണം ഉറപ്പിക്കുന്നു, കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. അന്ന് വരെ ആ പയ്യനും പെൺകുട്ടിയായിട്ട് പരിചയമില്ല. നിങ്ങൾ പറഞ്ഞ ഫോട്ടോകൾ നോക്കണം, കല്യാണ മണ്ഡപത്തിൽ പോലെ ആരും മിണ്ടാതെ ഇരിക്കുന്നത്, മനസ്സിലായോ? ഒരു പരിചയമില്ല രണ്ടുപേരും. അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പോലും അറിയില്ല. അവരെ ഒരു മുറിയിലേക്ക് കയറ്റി വിട്ടിട്ട് ഈ അച്ഛനും അമ്മയും പയ്യന്റെ അച്ഛനും അമ്മയും എന്തോ വലിയ കാര്യം ചെയ്തപോലെ ഞെളിഞ്ഞു നിൽക്കുന്നു. ഞാൻ പറയുന്നു, ഈ അച്ഛനും അമ്മയും ദേ ആർ പിമ്പുകളാണ്, കൂട്ടിക്കൊടുത്തവരാണ്. മകളെയും മകനെയും കൂട്ടിക്കൊടുത്തതിന്റെ പണം എണ്ണി വാങ്ങിയ പിമ്പുകളാണ്. എന്തിനാ കൂട്ടിക്കൊടുത്തത്? സെക്സ് ചെയ്യാനല്ലേ. ഈ സെക്സ് നടന്നില്ലെങ്കിൽ ഭർത്താവിനെയോ മകനെയോ ഭാര്യ ആരെങ്കിലും, അപ്പം 1 മാസം നടന്നില്ലെങ്കിൽ കൗൺസിലിംഗ് സെന്ററിലോ സെക്സോളജിസ്റ്റ് ഇത് കൊണ്ടുപോകില്ലേ? ഇല്ലേ? പ്രോപ്പർ സെക്സ് നടന്നില്ലെങ്കിൽ. അപ്പൊ സെക്സ് നടക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ ചെയ്യുന്നത്. അപ്പൊ ഈ കല്യാണം ഇത്രയും പേര് 10,000 പേരെ വിളിച്ച് ആഘോഷിപ്പിച്ച് സദ്യയൊക്കെ കൊടുത്ത് ഇവരെ രണ്ടുപേരും കൂടെ സെക്സ് ചെയ്യാൻ വിടുന്നതല്ലേ നമ്മുടെ കല്യാണം, അല്ലേ? നമ്മൾ എന്ത് മൊറാലിറ്റിയെ കുറിച്ച് പറയുന്നത്? അങ്ങനെ സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണോ സർ കല്യാണം? ആ ഒരു സംഭവത്തോടെ സെക്സ് നടന്നില്ലെങ്കിൽ 3 മാസത്തിനകം ഡൈവോഴ്സ് ആകും. അതൊരു നീടാണല്ലോ ശരിക്കും. അതിനു വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടില് നമുക്കൊരു സ്ത്രീക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ, ഫുഡ്, ഷെൽട്ടർ, ഡ്രസ്സ്, കെയർ, ഇതെല്ലാം അല്ലേ ഒരു ഉത്തമമായ ഒരു ഭർത്താവിന് കൊടുക്കാൻ കഴിയുള്ളൂ, അല്ലേ? അല്ലേ? പക്ഷെ വീട്ടിൽ കിട്ടാത്ത ഒന്നുണ്ട്, സെക്സ്. അത് ഭർത്താവിന് കൊടുക്കാനൊക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഇവിടെ പക്ഷേ ഒരു എയിൽ 5 വേരിയബിൾ ഉണ്ട്, ബിയിലും 5 വേരിയബിൾ ഉണ്ട്. ബിയിൽ 6ാമത്തെ ഒരു വേരിയബിൾ വരുമ്പോൾ നിങ്ങൾ എയിൽ നിന്ന് ബിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ 6ാമത്തെ വേരിയബിൾ ആയിരുന്നു ഡിസിഷൻ ഫാക്ടർ. സെക്സിന് വേണ്ടിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്, അല്ല എന്ന് പറഞ്ഞ വെറുതെ. ബാക്കിയൊക്കെ അതിന്റെ ഓഫ് ഷൂട്ട്സ് ആണ്. അപരിചിതരായ മനുഷ്യർ തമ്മിൽ ലൈംഗിക ബന്ധം നടത്തുന്നത് ട്രഡീഷണൽ മാരേജിലാണ്. അതുകൊണ്ട് പുതിയ ആളുകൾ അവരൊരുമിച്ച് നടക്കട്ടെ. അപ്പൊ നമ്മുടെ ലോകത്ത് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? അല്ല, ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ ഞാനൊരു വേറൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് സാർ പറഞ്ഞതുപോലെ 3 മാസത്തേക്ക് പല കാര്യങ്ങളിലും, ഇപ്പൊ സെക്ഷൽ ബന്ധങ്ങളിൽ ഉൾപ്പെടെ പല കാര്യങ്ങളും അഡ്ജസ്റ്റഡ് ആയില്ല എന്നുണ്ടെങ്കിൽ പലരും ഡിവോഴ്സിലേക്ക് പോകുന്നു. അതുപോലെ തന്നെയല്ലേ ഈ കല്യാണത്തിന് മുൻപും ഇവർ തമ്മിൽ അറിയാൻ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ സാർ പറയുന്നത് പോലെ നമ്മൾ സെക്ഷൽ ബന്ധത്തിലൊക്കെ ഏർപ്പെട്ട് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ട് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കുന്നില്ല നോക്കുന്നു. പക്ഷെ അവിടെ അത് റേപ്പാകുന്നു, വാഗ്ദാനം നൽകി പീഡനമാകുന്നു. നമ്മുടെ സമൂഹത്തില് അതാണ് നമ്മൾ ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്നു. നമ്മുടെ ഇതേ സമൂഹത്തിൽ ഐശ്വര്യ പറയുന്നു 2 മണിക്കൂർ പുരുഷനും സ്ത്രീക്കും മിണ്ടിയും പറഞ്ഞിരിക്കേണ്ട ബാത്ത് ഉൾപ്പെടെയുള്ള ഫെസിലിറ്റി ഉണ്ടെന്ന് പറയുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കുന്നത് കോമൺ സെൻസ് നമുക്കുണ്ട്. ആ സമൂഹത്തിലാണ് ഒരു സ്ത്രീ ഭർത്താവുണ്ട്, അവർക്കറിയാം അവർക്ക് ഭർത്താവുണ്ടെന്ന്, അയാൾക്കും അറിയാം, മറ്റേ രാഹുൽ അറിയായിരിക്കാം, ആയിരുന്നു. അവർ വിളിച്ച് മുറിയിൽ വരുന്ന അവർ സെക്സ് ചെയ്യുന്നു, 10 പ്രാവശ്യം ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് അത് റേപ്പാണെന്ന് പറയും. ഇതേ സമൂഹത്തിലാണ് നിലനിൽക്കുന്നത്. ഇതേ സമൂഹത്തിൽ ഇത് വരികയും ഇത് ഇങ്ങനെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ 25,000 രൂപയുടെ ജാമ്യത്തിൽ അയാളെ പുറത്തിറക്കണം സുപ്രീം കോടതി വിധിക്കുമ്പോൾ അയാളെ റിമാൻഡ് ചെയ്യുന്നു ഇവിടുത്തെ മജിസ്ട്രേറ്റ്. നമ്മൾ വളരെ റിഡിക്കുലസ്, സ്റ്റുപ്പിഡ് ആയിട്ടുള്ള, വളരെ അബ്സേർഡ് ആയിട്ടുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വളരെ അസംബന്ധപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് പൊട്ടിച്ചിരിക്കാനും ആ ചിരി നമുക്ക് നമ്മളെ കുറിച്ച് ഓർത്ത് സങ്കടമുണ്ട്. നമ്മൾ ഇതൊക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നല്ലോ. നമുക്ക് അതിനകത്ത് വരും. സത്യമാണ്. ഇതിപ്പോ പറഞ്ഞു വരുമ്പോ രാഹുൽ വിഷയം ശരിക്കും
മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യത മാധ്യമങ്ങളിലൂടെ കുറച്ച് കാശാക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് പൊളിറ്റിക്കലി കുറെ സംഭവങ്ങളുണ്ട് ഇതിന്റെ പിന്നിൽ. അത് കറക്റ്റായിട്ട് സാർ പറഞ്ഞ പോലെ ആരൊക്കെയോ എഴുതി വെക്കുന്ന ഒരാൾ തന്നെ എഴുതുന്ന സ്ക്രിപ്റ്റ് ആണ് ഇതെന്നുള്ളത് ആദ്യം മുതലെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ട്. ഒരെണ്ണം തീരുന്നു, അടുത്തത് വരുന്നു, അടുത്ത അതിജീവിത വരുന്നു, അതിജീവിതയുടെ ഭർത്താവ് വരുന്നു. ഇതെല്ലാം കോമഡി പീസുകളാണ് ശരിക്കും. സത്യം പറഞ്ഞ കേസൊക്കെ ശരിക്കും പഠിക്കുമ്പോൾ ശരിക്കും കോമഡി ആയിട്ട് തന്നെ സാർ പറഞ്ഞ പോലെ നമുക്ക് തോന്നുന്നത്. പണ്ട് ചില സീരിയലിനകത്തെ കഥ, പണ്ട് ഈ മംഗളം പോലെ വാരിയിലൊക്കെ ഒരേ ആള് തന്നെ 5 കഥ എഴുന്നിട്ട് അയാൾ കഥ എഴുതുന്നതിൽ പറയുന്നില്ല മോഹൻലാൽ, ഞാൻ 5 പേരിൽ 5 കഥ എഴുതുന്നത്, ഒരേ കഥ പേര് മാത്രം മാറ്റും. അതുപോലെ ഈ സാധനം ഒരേ സാധനം ഫോട്ടോകോപ്പി എടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുമ്പോൾ മാധ്യമങ്ങളിൽ എത്ര മീറ്റു പ്രശ്നങ്ങളുണ്ട്, എത്ര പേര് മാധ്യമങ്ങൾ പ്രശ്നം വന്നുകൊണ്ട് മാധ്യമങ്ങളിലെ പ്രമുഖ പത്രക്കാർക്ക് മാധ്യമം വിട്ടു പോകേണ്ടി വന്നു. എന്താ ഒരു മാധ്യമം ഇത് ചർച്ച ചെയ്യാത്തത്? മാധ്യമത്തിലുള്ള എത്ര പ്രവർത്തകർ ഏഷ്യാനെറ്റിൽ പോയില്ലേ, മാതൃഭൂമിന്ന് പോയിട്ടില്ലേ, വെരി വെരി സീനിയർ ജേർണലിസ്റ്റ്, എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തത്? മറ്റു മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നില്ലല്ലോ. അപ്പം മാധ്യമങ്ങൾക്ക് ഇതൊരു സോപ്പ് ഒപ്പേറയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ത്രീ വിഷയം കാണുകയും ആ സ്ത്രീക്ക് കുറച്ച് സൗന്ദര്യവും കാണണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഉത്സവമാണ്, മനസ്സിലായോ? ഉത്സവമാണ് പിന്നെ. അതെ, പണ്ട് ഇപ്പോ രാഹുലിനെതിരെ കല്ലെറിയുന്ന പലരും PJ കുര്യൻ ഉൾപ്പെടെ രാഹുലിന് സീറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടൊക്കെ പറഞ്ഞ ആളുകളിൽ പെടുന്ന ആളാണ് PJ കുര്യൻ. ആലോചിച്ചു നോക്ക്. ഞാൻ ആ കുട്ടി ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് ആ കുട്ടി അച്ഛനെയൊക്കെ. ഞാൻ സ്റ്റോറി ഫയൽ ചെയ്തിരുന്നു കുര്യൻ ഇൻവോൾഡ് എന്ന് പറഞ്ഞിട്ട്. അന്ന് കുര്യനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച എന്താണ് ആദർശ പുണ്യവാളിനെ AK ആന്റണിയെ രക്ഷപ്പെടുത്തണം. കുര്യനെതിരെ ഇവർ പേര് പറയുമ്പോൾ ബാക്കി എല്ലാവരുടെയും പേര് പറഞ്ഞ് പോലീസ് അവർക്ക് അറസ്റ്റ് ചെയ്തു. കുര്യന്റെ പേര് പത്രത്തിൽ കണ്ടിട്ട് ഇയാളുണ്ട് എന്ന് പറഞ്ഞ ഉടനെ കുര്യൻ ഒരു കത്ത് AK ആന്റണിക്ക് എഴുതുന്നു. എനിക്കെതിരെ ആരോപണം വന്നത്, എനിക്കെതിരെ മറ്റാളുകളെ പോലെ തന്നെ എന്നെ നിയമപരമായി കൈകാര്യം ചെയ്യണമെന്ന്. മനസ്സിലായോ? സത്യസന്ധനാണ്. ഉടനെ ആന്റണി ഒരു അന്വേഷണത്തിനിടുന്നു. അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥനെ ഞാൻ ഇന്റർവ്യൂ ചെയ്തു. റിട്ടൂപ്പ് എന്ന ഒരാളാണ് ഇന്റർവ്യൂ അന്വേഷണം നടത്തി. പുള്ളിയെ ഞാൻ കുര്യൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ എങ്ങനെ അറിയാമെന്ന്, ഇതാണ് വേറൊരു ക്രിസ്ത്യാനിയുടെ വീട് കാണാം. അയാളുടെ വീട്ടിൽ ഇരുന്ന് കുര്യൻ ഡൽഹിയിലേക്ക് ഫോൺ വിളിച്ചിട്ടുണ്ട്. ഫോൺ ലിസ്റ്റ് ആണ്. ഇപ്പൊ ബോധ്യമായെന്ന് ചോദിച്ചു. ഞാൻ ഇപ്പോൾ ബോധ്യമായി, നിങ്ങൾ നല്ല കള്ളത്തറ പറയുന്നത് ബോധ്യമായിരുന്നു. അതെങ്ങനെ ഇത് കുര്യനാണെന്ന് വിളിച്ചത് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കാന്ന് ചോദിച്ചു. അല്ല, അവർ സാധാരണ വിളിക്കാറില്ല. അന്ന് വത്ത് വന്നിട്ട് ഡൽഹിയിലേക്ക് വിളിച്ചൂടെ എന്ന് ചോദിച്ചു. ഹൗ ക്യാൻ യു പ്രൂവ് ദാറ്റ് കുര്യൻ ടെലിഫോൺ ഫ്രം ദിസ് ഹൗസ് ടു ഡൽഹി? ഹൗ ക്യാൻ യു പ്രൂവ് ഇറ്റ്? അന്ന് സുകുമാരൻ നായർ ഇയാൾക്ക് വേണ്ടി നിൽക്കുന്നു, KT തോമസോ മറ്റാണ് ഇയാൾക്ക് വേണ്ടി നിൽക്കുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇയാളെ രക്ഷിക്കുന്നു എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു. ഇറ്റ് ഈസ് ഹ്യൂമൻലി ഇമ്പോസിബിൾ ഫോർ കുര്യൻ ടു റീച്ച് കോഹ്ലി ഗസ്റ്റ് ഹൗസ് വിത്തിൻ സച്ച് എ ഷോർട്ട് പീരീഡ് ഫ്രം ദിസ് ഹൗസ്. അങ്ങനെയാണ് അയാൾ വിടുന്നത്. മനസ്സിലായത്? എങ്ങനെയാണ് അയാൾക്കെതിരെ കേസ് പോലും എടുക്കാതെ ആന്റണിക്ക് എന്താ പോലീസ് റിപ്പോർട്ട് കൊടുക്കുന്നത്? ഹൂ ഈസ് ആന്റണി? അയാൾ ചീഫ് മിനിസ്റ്റർ ആണ്. പക്ഷെ പോലീസ് അന്വേഷണം റിപ്പോർട്ട് കൊടുക്കേണ്ടത് കോടതിയിലാണ്, ആന്റണിക്കല്ല. AK ആന്റണിക്കെതിരെ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നാൽ AK ആന്റണി കുര്യനെ അങ്ങ് വിടുന്നു. മനസ്സിലായോ? ഹൂ വാസ് AK ആന്റണി ടു ഡു ദാറ്റ്? വാട്ട് ഈസ് ഇറ്റ് ലീഗൽ റൈറ്റ്? ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുക്കുന്ന മജിസ്ട്രേറ്റിനാണ്, അല്ല മുഖ്യമന്ത്രിക്കല്ല. ഇതൊക്കെ ഇവിടെ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. അന്ന് പിന്നെ ഇതൊന്നും ഇങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. ഞാനത് റിപ്പോർട്ട് ചെയ്ത ആളാണ്. അപ്പൊ അന്ന് ഞാൻ ചോദിച്ചു ആന്റണിക്ക് എന്താണ് റൈറ്റ്? അതെ, അതേ PJ കുര്യൻ ഉൾപ്പെടെ ഇപ്പൊ രാഹുലിനെ കല്ലെറിയാനുള്ള കൂട്ടത്തിലുണ്ടായിരുന്നു. PJ മുരളീധരനുണ്ട്, ചെന്നിത്തലയുണ്ട്, മുകേഷ് റീസെന്റ് ആണ് കേട്ടോ. മുകേഷ് ഇപ്പൊ എന്തായാലും മിണ്ടുന്നില്ല. മുകേഷ് മിണ്ടുന്നില്ല. മുകേഷിനെ കുറച്ചുകൂടെ അല്ല, ഇവർക്കൊക്കെ സത്യസന്ധതയുണ്ട്. മുകേഷ് കള്ളനാണ്. ഇവർ ഈ ചെയ്തൊക്കെ മറന്നുപോയി. മനസ്സിലായോ? അവര് പാവം മനുഷ്യരാണ്. മുകേഷ് ഇതൊക്കെ ഓർത്തോണ്ടിരിക്കുക. ഒന്നും ഇവരൊന്നും ഓർക്കുന്നില്ല. അവര് തിരക്കിട്ടില്ല. അവര് സത്യസന്ധമായിട്ട് കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്തത്. നമ്മൾ അങ്ങനെ വിഷയത്തിൽ മിണ്ടിയിട്ട് പോലും ഇല്ല ഇതുവരെ. ഏത് മുകേഷ് ഈ വിഷയത്തിൽ ഇതുവരെ മിണ്ടിയിട്ട് പോലും ഇല്ല. പാവം ഇല്ല. മുകേഷിന്റെ പാവം. അത് മാത്രമല്ല, ആ സ്ഥലത്തെ ഒരു ജനപ്രതിനിധി ആ മണ്ഡലത്തെ ഒരാൾ മുകേഷിനെ വിളിച്ചാൽ മുകേഷ് എന്നെ തോന്നിയ സമയത്ത് വിളിക്കാൻ നോക്കില്ല എന്ന് പറയുന്നത് അയാൾ സത്യസന്ധനാണ്. അതെ. എന്തായാലും രാഹുൽ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോ ഇതില് രാഹുലിന് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പൊ സാർ പറഞ്ഞു വരുന്നത്. എനിക്ക് രാഹുൽ മാങ്കുട്ടത്തിന് ഈ ഇത്തരം പെറ്റി ഫൈറ്റിനല്ല പോകേണ്ടത്. അയാള് വാസ്തവത്തിൽ ഈ ഭാരതീയ ന്യായ സംഹിത 84 100% അയാൾ ഹി വിൽ ബി റിപ്പോർട്ടഡ് നാഷണലി, ഹി വിൽ ഹിറ്റ് ദ നാഷണൽ ഹെഡ്ലൈൻസ്. അങ്ങനെയാണ് ഈ ഫൈറ്റിനെ അയാൾ തിരിച്ചയക്കേണ്ടത്. അത് ഇവിടെ കിടന്ന് ഈ ബഹളം ഉണ്ടാക്കിയിട്ടല്ല. ഇത് ഡയറക്ട്ലി മൂവ് ദ സുപ്രീം കോർട്ട്. ഇത് അടിച്ചു പോകും. അപ്പം പുതിയ ഗവൺമെന്റ് കൊണ്ടുവന്ന് BJP ഗവൺമെന്റ് കൊണ്ടുവന്ന ബില്ല് അടിച്ചു കളഞ്ഞു. അതിനകത്ത് ഒരു സെക്ഷൻ. അതാണ് അയാളുടെ ക്രെഡിബിലിറ്റി. അതെ, അങ്ങനെയാണ് അയാൾ ചെയ്യുന്നത്. അല്ലാതെ ഇവിടെ കിടന്ന് ഇമാതിരി. അതെ, ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ് അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഉറപ്പായിട്ടും സാർ. ഇതിൽ കൂടെ ഒന്നുമല്ല ഒരു രാഷ്ട്രീയ നേതാവിന്റെ നമ്മുടെ പബ്ലിക് ഡീസൻസി പബ്ലിക് മൊറാലിറ്റി ഒക്കെ വേണം. പക്ഷെ ദാറ്റ് ഇസ് നോട്ട് അൾട്ടിമേറ്റ് യാർഡ്സ്റ്റിക് ടു ഇവാലുവേറ്റ് എ റെപ്രസെന്റേറ്റീവ്, രാഷ്ട്രീയക്കാരനെ. അതിന് വേണ്ടിയിട്ടല്ല. ഇതൊന്നും ചെയ്യാത്ത നമുക്ക് ഇതിനെ കേൾക്കാത്ത ഒരാളാണ് AK ആന്റണി, അല്ലേ? പക്ഷെ ഇതുപോലെ ഒരു യൂസ്ലെസ് ആയ ഒരു പൊളിറ്റീഷ്യൻ നിങ്ങൾക്ക് കേരളത്തിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. യൂസ്ലെസ് പൊളിറ്റീഷ്യൻ.
എന്തെങ്കിലും പുള്ളി സ്വാശ്രയ കോളേജ് വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, പുള്ളി പറഞ്ഞു അഴിമതി നടക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചു. എല്ലാവർക്കും അങ്ങ് അനുവാദം കൊടുത്തു. ഇന്നിപ്പോ സ്വാശ്രയ കോളേജിന്റെ അവസ്ഥ എന്താ? അതെ. അതുകൊണ്ട് ഇതിൽ ഇങ്ങനെയുള്ള സ്വഭാവം ഉണ്ടത് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരം. പക്ഷെ നമ്മുടെ അതിനപ്പുറം ചില ഡയമെൻഷൻ രാഷ്ട്രീയക്കാരനുണ്ടാകുന്നു. രാഹുൽ ഷുഡ് റൈസ് അബൌവ് ദീസ് തിങ്സ്. ഈസ് എ യങ് മാൻ. അയാൾക്ക് പിന്നെ ആര് സപ്പോയാലും BJP-ക്കാർ ഇല്ല, മാർക്സിസ്റ്റുകാരെ എതിർക്കും, കോൺഗ്രസ്സുകാരെ അയാളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് അയാളുടെ സ്വന്തം കാര്യം നേരെ ഫൈറ്റ് ചെയ്യുക.